വളരെ പ്രാർത്ഥനയോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ കൂടുതൽ തുറക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ആരംഭിച്ച ആ ടോപ്പിക്ക്, നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച ആ ടോപ്പിക്ക്, ഓരോ ദൈവവൈതലും എങ്ങനെ ജീവിക്കണം എന്ന ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഒരു കാര്യം അല്പമായിട്ട് ചിന്തിച്ചത് സത്യസന്ധരായിരിക്കണം എന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചത് ദൈവത്തിന്റെ കണ്ണ് സത്യത്തിന്റെ മേലല്ലോ ഇരിക്കുന്നത് എന്ന വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. ഇന്ന് ഒരു ദൈവവൈതൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന ആ ടോപ്പിക്കിൽ ഒരു 2 കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, വിചാരപ്പെടാതെയുള്ള ജീവിതം. 2, വിശുദ്ധ ജീവിതം. ഈ 2 കാര്യത്തെ ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നെ ചില വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. ഞാൻ എല്ലാ വായിക്കുന്ന വാക്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം പറയാനായിട്ടുള്ള സമയമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ നമ്മൾ തിരുവെഴുത്ത് മനസ്സിലാക്കുമ്പോൾ വിചാരപ്പെടരുത് എന്ന വിഷയം പ്രധാനമായിട്ടും 4 വേദഭാഗങ്ങളിൽ നമ്മുടെ കർത്താവ് തിരുവെഴുത്തിനകത്ത്, ന്യൂ ടെസ്റ്റ്മെന്റിൽ 4 വേദഭാഗങ്ങളിൽ 4 ഭാഗങ്ങളിൽ ഈ വിഷയത്തെ പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പരിചയമായ സർമൺ ഓൺ ദ മൗണ്ടിലാണ് നമ്മുടെ കർത്താവ് ആ വിഷയം പറയുന്നത്. മാത്യു 6:25-34 10 വാക്യങ്ങളിൽ ആ വിഷയം കർത്താവ് കൈകാര്യം ചെയ്യുന്നു. ഫസ്റ്റ് പീറ്റർ 5:7 നിങ്ങളുടെ ചിന്താകുലങ്ങൾ കർത്താവിന്റെ മേൽ ഇടണം എന്ന് പീറ്റർ 5:7 പറയുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗമാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 6-7 വാക്യങ്ങളിൽ പറയുന്ന വിഷയം. ഇനിയും മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. കൂടുതൽ ആളുകളും അത് നമ്മുടെ ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ അച്ചടിയിലാണ് ആ വാക്യം ഞാൻ ഈ പറയുന്ന പോലെ കിടക്കുന്നത്. മറ്റ് ട്രാൻസ്ലേഷനുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. 1 കൊരിന്ത്യർ 7:32 ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിലും ഈ വിഷയം അവിടെ ഉണ്ട്. 1 Corinthians 7:32 ഒന്ന് വായിക്കാമോ? മലയാളം. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മതി, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഞാൻ അതിന്റെ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും എടുത്തുള്ളൊരു പ്രഭാഷണമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പേഴ്സണൽ ലൈഫിന്റെ പ്രാധാന്യത പറയാൻ ഞാൻ ഒരു വാക്യം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതേ വാക്യത്തിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞ മാത്യു 6-നകത്ത്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4-നകത്ത് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിചാരപ്പെടാതെയുള്ള ജീവിതം ഒരുപക്ഷെ നിശ്ചയമായിട്ടും എനിക്കറിയാം ഈ പാൻഡമിക്കിൽ നിങ്ങളുടെ പാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ വേദഭാഗം പ്രസംഗിച്ചിട്ടുണ്ടാവും, നിശ്ചയമായിട്ടും ഉണ്ടാവും. ഗസ്റ്റ് ആയിട്ടുള്ള പല ആളുകളും ഈ വിഷയം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. തമ്പുരാൻ ഇത് ആവർത്തിക്കുന്നത് നമ്മുടെ അകത്ത് ഇപ്പോഴും ആ വിചാരം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ദൈവാശ്രയത്തോടെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആൻസൈറ്റി എന്നുള്ളത് നമുക്ക് 2 നിലയിൽ ജീവിക്കാം. ഞാൻ പ്രധാനമായിട്ടും ആ പാസേജിന് വിശദീകരണം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മാത്യു 6-നകത്തുനിന്നും ഫിലിപ്പിയൻസ് 4-നകത്തുനിന്നും അല്പം വിശദീകരണം പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 2 നിലയിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. ഒന്ന്, വിചാരപ്പെട്ടും ജീവിക്കാം. 2, വിചാരങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ച് സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് കഴിയും. ഈ വിചാരപ്പെടുക, ആൻസൈറ്റി എന്ന ആ റൂട്ട് വേർഡിന്റെ അർത്ഥം കഷണമായി മുറിക്കുക എന്നൊരർത്ഥമുണ്ട്. ടിയർ ഇൻ ടു പീസസ് എന്നൊരർത്ഥമുണ്ട്. നമ്മുടെയൊക്കെ TV-യിൽ ഒരു പശയുടെ, ഒരു ഗ്ലൂ ബോട്ടിലിന്റെ, ഒരു ഗ്ലൂവിന്റെ പരസ്യം വന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും, അല്ലെങ്കിൽ അത് കേട്ട് കാണും. ആ പരസ്യം എങ്ങനെയാണ് ആ പരസ്യത്തിൽ വന്നത്? ദിസ് ഗ്ലൂ ഫിക്സ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട് എന്നായിരുന്നു ആ പരസ്യം. നമ്മള് തകർന്ന ഹൃദയത്തെ, വ്യാകുലപ്പെടുന്ന ഹൃദയത്തെ, വിചാരപ്പെടുന്ന ഹൃദയത്തെ എങ്ങനെയാണ് ദൈവവചനത്തിലൂടെ പണിയുന്നത് എന്നും
ഒരു ദൈവ പൈതൽ വിചാരപ്പെടാതെ ജീവിക്കണമെന്നുമുള്ള വിഷയത്തെ നമുക്ക് അല്പം ഒന്ന് വിശദമായിട്ട് നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇതൊരു പേനയാണ്. ഇതൊരു പേന. ഈ പേന നിങ്ങളുടെ ചർച്ചിനെ ഓർത്ത് വളരെ സന്തോഷം. ഞാൻ പല യോഗത്തിനും പ്രസംഗിക്കാൻ നേരത്ത് ബ്ലാങ്ക് സ്ക്രീനിൽ ഞാൻ മാത്രമേ കാണാറുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. ആ ട്രെയിനിങ്ങിനായിട്ടും ദൈവത്തിന് സ്തോത്രം. പിന്നെ എല്ലാവരും പേനായും പേപ്പറും ഒക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പേന ഒന്ന് ചുമ്മാ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയ എന്നാ പറയുക ഹെർമനോട്ടിക്സും ആ രീതിയിലൊന്നും പറയുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയാം. ഈ പേനയ്ക്ക് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, പേനയ്ക്ക് എത്രമാത്രം കനമുണ്ട്. പേന വെയിറ്റ് ആയി തുടങ്ങുമെന്ന് മാത്രമല്ല, നമ്മളെയും കൂടെ ഇത് തളർത്തി കളയും. ഇതാണ് ആൻസൈറ്റി എന്ന് പറഞ്ഞത്. ആൻസൈറ്റിയെ പറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗനായ സ്പർജൻ പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളിത് വായിച്ചേൽപ്പിക്കും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആൻസൈറ്റി ഡസ് നോട്ട് എൻഡി ടുമാറോസ് ഓഫ് ദ സോറോസ് ബട്ട് ഓൺലി എൻഡീസ് ടുഡേ ഓഫ് ലൈഫ് സ്ട്രെങ്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാളത്തെ ദുഃഖത്തെ ആൻസൈറ്റി ഒരിക്കലും മാറ്റുന്നില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ ആരോഗ്യത്തെയാണ്, നമ്മുടെ ബലത്തെയാണ് അത് കെടുത്തിക്കളയുന്നത് എന്ന് ആ ദൈവദാസൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്, പാപത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ എന്നേക്കുമായിട്ട് രക്ഷിച്ചു, എന്നെ വീണ്ടെടുത്തു, എന്നെ മോചിപ്പിച്ചു. അതേ ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും ആൻസൈറ്റിയിൽ നിന്നും എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന കാര്യം? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, വലിയ ഹൈലി ഫിലോസഫി ഒന്നുമല്ലല്ലോ. പാപത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ്, നമ്മൾ പ്രൈസിലോട് പറയും. എന്നാൽ ആൻസൈറ്റിയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും? ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഒരു ഡയോജീനിയസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തെ പറ്റി വായിച്ചിട്ടുള്ളവർ അറിയാം, എനിക്കറിയാം, നിങ്ങൾ ചർച്ചയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അദ്ദേഹത്തെ പറ്റി ഈ അലക്സാണ്ടറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. ആ മനുഷ്യൻ ഒരു ദിവസം ഒരു എലി ഓടുന്ന കണ്ടു. ഒരു എലി ഇങ്ങനെ ഓടിപ്പോകുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എത്ര ഫ്രീ ആയിട്ടാണ് എലി ഓടിപ്പോകുന്നത്. അദ്ദേഹം അന്നൊരു വാചകം എഴുതിയെന്നാണ് പറയുന്നത്: ലോകത്തിൽ ഭാരവുമായി നടക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാരവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു ജീവി, അത് മനുഷ്യനാണ്. അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. ആ മനുഷ്യൻ ഈ എലി ഇങ്ങനെ ഫ്രീ ആയി ഓടിപ്പോകുന്ന കണ്ടുകൊണ്ട് തന്റെ സകല ഭാരവും വിട്ട് താന് ജീവിക്കാനായിട്ട് ഇറങ്ങി എന്നാണ് ചരിത്രം. അങ്ങനെ ഈ തനിക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്ത് ഒരു പാത്രം ഉണ്ടായിരുന്നു, ഒരു പുതപ്പുണ്ടായിരുന്നു, ഒരു വടി ഉണ്ടായിരുന്നു. ഇതുമായിട്ടാണ് ഡയോജീനിയസ് ജീവിച്ചത്. അദ്ദേഹത്തെ പറ്റി ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഒരു ടെൻഷനും ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ എന്നാണ്. ക്രിസ്ത്യാനി ആയിരുന്നില്ല, രക്ഷിക്കപ്പെട്ടിരുന്നില്ല, യേശു കർത്താവ് ആയിരുന്നില്ല, പക്ഷെ ആൻസൈറ്റി ഇല്ലാതെ ജീവിച്ചു എന്നാണ് അദ്ദേഹത്തെ പറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ദിവസം അദ്ദേഹം ഒരു കൊളക്കടവിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു നായ വന്ന് വെള്ളം നക്കി കുടിക്കുന്ന കണ്ടു. വെള്ളം നക്കി കുടിക്കുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, ആഹാ, പട്ടിക്ക് പാത്രമില്ലാതെ ജീവിക്കാമെങ്കിലാണോ എനിക്ക് ഈ പാത്രം. അദ്ദേഹം പാത്രവും എന്ന് ഉപേക്ഷിച്ചു എന്നാണ് ഡയോജീനിയസിനെ പറ്റി വായിക്കുന്നത്. മറ്റൊരു എഴുത്തുകാരൻ അദ്ദേഹത്തെ പറഞ്ഞത്, ഫിലോസഫിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം, ഡയോജീനിയസ് എന്ന് കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം, അങ്ങനെ ക്രിസ്ത്യാനി അല്ലാത്ത ആളുകളൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എങ്ങനെ വിചാരപ്പെടാതെ ജീവിക്കാം. മാത്യു 6 തന്നെ എല്ലാവരും ഒന്ന് പറയണം. എനിക്കറിയാം, നന്നായിട്ട് നിങ്ങൾക്ക് ആ പാസേജ് അറിയാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ആ പാസേജിനകത്തെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്. വിചാരപ്പെടാതെയുള്ള ജീവിതം. മാത്യു 6ഉം 7ഉം നമ്മൾ ഒരുമിച്ച് പരിശോധിച്ചാൽ ഒരു 2ന്റെ കണക്കുണ്ട്. രണ്ട് അല്ലെങ്കിൽ 10 twos ഓഫ് മാത്യു 6 and 7 എന്ന് പറയും. 10 twos ഓഫ് 10 അല്ല, ഞാൻ അതിൽ കൂടുതലുണ്ട്. 10 മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം, ഈ ആൻസൈറ്റിയുടെ കാര്യം മാത്രം അല്പം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അവിടെ നമ്മൾ മാത്യു 6 വായിച്ചു തുടങ്ങുന്നത് 2 kinds ഓഫ് ഗിവിംഗ് ഉണ്ട്. 2 kinds ഓഫ് ഗിവിംഗ്. അടുത്തത് 2 kinds ഓഫ് പ്രയർ ഉണ്ട്. പിന്നെ വായിക്കുന്നത് 2 kinds ഓഫ് ഫാസ്റ്റിംഗ് നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. അടുത്തത് 6ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 kinds ഓഫ് ട്രഷേഴ്സ്. രണ്ട് രീതിയിലുള്ള നമ്മൾ വായിക്കുന്നത് സ്വത്ത് സ്വരൂപിക്കുന്ന 2 കാര്യം. അത് പറഞ്ഞിട്ടാണ് 2 ലൈഫ് സ്റ്റൈൽ പറഞ്ഞേക്കുന്നത്. പണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് 2 ലൈഫ് സ്റ്റൈൽ പറഞ്ഞേക്കുക. ഈ പണത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നിടത്തൊരു വാക്യമുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ വാക്യം അവിടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് എന്റെ റീഡിങ്ങിലെ ഒരു ചിന്തയായിട്ട് കൂട്ടിയാൽ മാത്രം മതി. 6:22 ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും, കണ്ണ് കൊള്ളത്തില്ലെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. ഞാൻ പലപ്പോഴും വായനയിൽ ഓർത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ട് ദൈവസന്മാർ ചിന്തിച്ചിട്ടുണ്ടാവും നിശ്ചയമായിട്ടും. ഈ വാക്യം അവിടെ എന്തിനാണ് വന്നത്? പണത്തിന്റെ കാര്യം പറയുന്നിടത്ത് കണ്ണിന്റെ കാര്യം എന്ത് ചെയ്തേക്കാണ്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സിമ്പിൾ കാര്യം ഇത്രയേ ഉള്ളൂ.
ഒന്നുകിൽ ഈ രണ്ട് കണ്ണുകൊണ്ട് അന്ധകാരത്തിലേക്കോ പ്രകാശത്തിലേക്കോ നമുക്ക് നടന്നു നീങ്ങാനായിട്ട് കഴിയും എന്നാണ്. അത് എങ്ങനെ അന്ധകാരത്തിലേക്ക് പ്രകാശത്തിലേക്ക് എന്നതിന്റെ വിശദീകരണം, സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരിയായ കാഴ്ചപ്പാട് നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കും, തെറ്റായ കാഴ്ചപ്പാട് നമ്മെ അന്ധകാരത്തിലേക്ക് നയിക്കും എന്ന് പറയാനായിട്ട് 22-ാമത്തെ വാക്യം എഴുതി വെച്ചേക്കാണ്. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളുടെ സ്വത്ത് എവിടെ സൂക്ഷിക്കണം എന്നുണ്ട്. നശിച്ചു പോകുന്ന ഇവിടെ വേണോ അതോ നിലനിൽക്കുന്ന സ്വർഗത്തിൽ സൂക്ഷിക്കണമോ? അതിനെ നമുക്ക് സിമ്പിളായിട്ട് വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ, ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെല്ലാം ഇവിടെ സ്വരൂപിക്കുകയാണ്, ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെലവഴിക്കുന്നതെല്ലാം അവിടെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ കർത്താവിനെ പറയുന്നത് മല്ലപ്പള്ളിയിൽ നടന്നൊരു കാര്യം പറയാം. മല്ലപ്പള്ളി നിങ്ങളുടെ അടുത്താണല്ലോ മല്ലപ്പള്ളി. ഒരിക്കൽ ഒരു സഹോദരൻ ഒരു ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ഒരു ദൈവദാസന്റെ കൊണ്ടുപോയി കൊടുത്തു. പാസ്റ്റർ നടുങ്ങിപ്പോയി, ഇത്രയും പൈസ എന്തിനാണ്? അന്നേരം പൈസ കൊടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്നല്ലേ യേശു പറഞ്ഞു. അതുകൊണ്ട് എന്റെ നിക്ഷേപം കർത്താവിന്റെ വേലയിൽ ഇരുന്നോട്ടെ, എന്റെ ഹൃദയവും അവിടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് ഒരാൾ പറഞ്ഞു. പേരും അഡ്രസ്സും ചോദിക്കരുത്, പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നെക്കാട്ട് അടുത്തുള്ള നിങ്ങൾക്കാണ് മല്ലപ്പള്ളി നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആട്ടെ, അങ്ങനെ ആ പണത്തിന്റെ കാര്യം പറഞ്ഞ ഞാൻ 2 kinds of fasting, 2 kinds of pressures, 2 kinds of lifestyle. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 ways of judging others, 2 kinds of fatherhood, 2 kinds of tree and 2 kinds of construction. അങ്ങനെ 10 കാര്യത്തെ രണ്ടാക്കി, 2 വിഷയം, 2 എന്ന പേരിൽ അവിടെ കർത്താവ് പറഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് 2 നിലയിലുള്ള ജീവിതം, വിചാരപ്പെട്ടുള്ള ജീവിതവും വിചാരപ്പെടാതെയുള്ള ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെർമൺ ഓൺ ദ മൗണ്ടിൽ 6-ാം അധ്യായത്തിനകത്തെ 10 വാക്യങ്ങൾ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വിചാരപ്പെടരുത് എന്ന് പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് 10 വാക്യങ്ങൾ. സെർമൺ ഓൺ ദ മൗണ്ടിനെ പറ്റി നമ്മൾ നോക്കിയാൽ പ്രധാനമായിട്ടും 18 വിഷയങ്ങളാണ് സെർമൺ ഓൺ ദ മൗണ്ടിനകത്തുള്ളത്. 18 വിഷയങ്ങൾ. എനിക്ക് ആ 18 കാര്യം ഇപ്പൊ പറയാനായിട്ട് സമയമില്ല. ആ 18 വിഷയങ്ങളിൽ ആദ്യത്തെ 9 കാര്യം ആത്മാവിലെ ദാരിദ്ര്യം മുതൽ എന്റെ നാമനിമിത്തം ഉണ്ടാകുന്ന ഉപദ്രവം വരെ ഒരു ദൈവരാജ്യത്തിലെ അംഗത്തിനുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡും, എന്നാൽ അടുത്തത് കോപിക്കരുത് മോഹിക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ 2-ാം ഭാഗം 7-ാം അധ്യായത്തിൽ ജഡ്ജിങ് അതേഴ്സ് എന്ന് പറയുന്നിടം വരെയുള്ള കാര്യങ്ങൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യവുമാണ്. ആ പാടില്ലാത്ത കാര്യം കൂടെ പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, യാചിപ്പിനെന്നാ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ആ വാക്യം കണ്ടോ? യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. എന്താണ് അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ 2-ാമത്തെ 9 കൂട്ടം കാര്യം എന്നിൽ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ മോഹം, കോപം, പാപം, സ്നേഹിക്കുന്ന പക്ഷാപാതം, മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്ന, ഇങ്ങനെ ആ 2-ാമത്തെ 9 കൂട്ടം കാര്യം ആഡമിക് നേച്ചറിൽ എന്നിൽ ഇൻബിൽട്ട് ആണ്. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ആദ്യത്തെ 9 കൂട്ടം കാര്യം എന്നിൽ ഉണ്ടാകണം, 2-ാമത്തെ 9 കൂട്ടം കാര്യം എന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറയുമ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലെത്തി, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കൺക്ലൂഷനിൽ എത്തുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നേരത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വാചകമാണ്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സിമ്പിൾ അർത്ഥം? ദൈവമേ, 2-ാമത്തെ 9 കൂട്ടം എന്നിൽ നിന്നും മാറുകയും ആദ്യത്തെ 9 കാര്യം എന്നിൽ ഉണ്ടാകുകയും ചെയ്യേണ്ടതിന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, അതെനിക്ക് നൽകണമേ എന്നാണ് ആ വാക്യം അവിടെ പ്രധാനമായിട്ടും അർത്ഥമാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഹോളി സ്പിരിറ്റിനെയും തരാമെന്നാണ് ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയിലാണ് ഈ വിചാരപ്പെടുക എന്ന വിഷയം നമ്മുടെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 107 വാക്യങ്ങളാണ് സെർമൺ ഓൺ ദ മൗണ്ടിനകത്തുള്ളത്. 107 വാക്യങ്ങൾ. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനോടും കൂട്ടിയാൽ 111 വാക്യങ്ങൾ അവിടെ ഉണ്ട്. ഈ 111-ൽ 107 വാക്യങ്ങളാണ് കണ്ടന്റ്. ഈ 107 വാക്യങ്ങൾക്കകത്ത് അതിന്റെ 10 വാക്യത്തോളം ഉണ്ടല്ലോ, 10 വിചാരപ്പെടാതെ ജീവിക്കണം എന്ന് പറയാൻ യേശു മാറ്റി വെച്ചിരിക്കുകയാണ്. വിചാരപ്പെടാതെ ജീവിക്കണം. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ 10 വാക്യത്തിനകത്ത് വേഴ്സ് 25, വേഴ്സ് 28, 31 and 34 4 വാക്യത്തിനകത്ത് വിചാരപ്പെടരുത് എന്ന് കർത്താവ് വളരെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൽപ്പനാരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വിചാരപ്പെടരുത്. ഞാൻ സമയം പോലെ അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. നോക്കൂ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ ഒപ്പം ആ വാക്യങ്ങളിലേക്കെല്ലാം വരികയും നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുകയും ചെയ്യണം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥയോടെ ചോദിക്കട്ടെ, നിരവധി പ്രഭാഷണങ്ങൾ നാം കേൾക്കാറുണ്ട്, വളരെ നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തെങ്ങാനും ദൈവവചനം കേൾക്കുകയോ ദൈവവചനം പഠിക്കുകയോ ചെയ്തപ്പോൾ അനുസരിച്ചതായിട്ട് പ്രാക്ടിക്കലാക്കിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിലുണ്ടോ?
2021 3 മാസത്തെ കാര്യം മാത്രം എടുക്കാം. നിരവധി സന്ദേശങ്ങൾ നമ്മൾ കേട്ടില്ലയോ? ആ കേട്ടതിനകത്ത് ജീവിതത്തിൽ അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കേൾക്കാത്തവരും കേട്ടവരും തമ്മിൽ എന്ത് വ്യത്യാസം എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതുകൊണ്ട് വിചാരപ്പെടാതെ ജീവിക്കാനായിട്ട് 4 പ്രാവശ്യം യേശു എടുത്തെടുത്ത് പറഞ്ഞേക്കാണ്, വിചാരപ്പെടരുത്, വിചാരം കർത്താവിനെ ഏൽപ്പിച്ച് ജീവിക്കണം എന്ന് നമ്മുടെ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെ ഒന്ന് രണ്ടാക്കിയിട്ട് 2 ഭാഗമായിട്ട് തിരിച്ച് വളരെ വേഗത്തിൽ പറയാം. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? അതാണ് നമ്മുടെ കർത്താവ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നിരവധി കാര്യങ്ങൾ, എനിക്ക് ആ വാക്യങ്ങളെല്ലാം എടുത്ത് പറയാനായിട്ട് സമയമില്ല. നിങ്ങൾ ആ മാത്യു 6 മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഒരു 6-7 കൂട്ടം കാര്യം ഞാനൊന്ന് നോട്ട് ചെയ്ത് തരാം. 6-7 കൂട്ടം കാര്യങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് തരാം. അതിനകത്ത് 1-2 കാര്യം ഞാൻ വളരെ പെട്ടെന്ന് സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വിവരിക്കാനായിട്ട് നോക്കാം. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഒന്ന്, ഇറ്റ് ഈസ് ഫോർബിഡൻ. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇത് വിലക്കപ്പെട്ട ാണ്. കാരണം ആവർത്തിച്ച് കർത്താവ് പറയുകയാണ്, വിചാരപ്പെടരുത്, 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 വിചാരപ്പെടരുത്. നിങ്ങൾ വേറെ ഏത് വിഷയം തിരുവെഴുത്തിലെടുത്താലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു പാസേജിൽ ഇങ്ങനെ പറയുന്ന മറ്റൊരു വിഷയമില്ല. മറ്റെല്ലാ കാര്യവും പലയിടത്തും വിവരിക്കുന്നുണ്ടെങ്കിലും ഒരു പാസേജിൽ ഇത്രയും അടുത്ത വാക്യങ്ങളിൽ ഇങ്ങനെ കർക്കശമായി പറയുന്ന മറ്റൊരു വിഷയം ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ കാണുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇറ്റ് ഈസ് ഫോർബിഡൻ. എന്തുകൊണ്ട് വിചാരപ്പെടരുതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാഥൻ നമ്മളോട് പറഞ്ഞേക്കുകയാണ്, ഇറ്റ് ഈസ് ഫോർബിഡൻ. രണ്ടാമത്തെ കാര്യം ആ വേദഭാഗത്ത് തന്നെയുണ്ട്, ഇറ്റ് ഈസ് നീഡ്ലെസ്. ഇത് ആവശ്യമുള്ള കാര്യമല്ല, ആവശ്യമില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വാക്യത്തിനകത്തോട്, ഇറ്റ് ഈസ് വർത്ത്ലെസ്. കാരണം ഒരു പ്രയോജനമുള്ള കാര്യമല്ല, ഇറ്റ് ഈസ് വർത്ത്ലെസ് എന്നാണ് നമുക്ക് വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വിചാരപ്പെടുന്ന മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്. അതിങ്ങനെയാണ്, എ ബോൾഡ് മാൻ ഓൺലി ഡൈസ് വൺ, എ മാൻ ഈസ് ഫിയർഫുൾ ഡൈസ് എവറി ഡേ എന്ന് പറയും. ഒരു ബോൾഡ് മാൻ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കുകയുള്ളൂ, എന്നാൽ ഭയമുള്ള മനുഷ്യൻ എന്നും മരിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ ഇത് നീഡ്ലെസ് ആണ്, ഇത് ഫോർബിഡൻ ആണ്, ഇത് വർത്ത്ലെസ് ആണ്. എന്നിട്ട് അടുത്തൊരു കാര്യം, ഇത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സൈൻ ഓഫ് അൺബിലീഫ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ ഉത്തരം കൂടെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി 7 പ്രാവശ്യം ശാസിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. വിഷയം ഏതാണെന്ന് അറിയാമോ? ഗോസ്പൽസിനകത്തെ കാര്യമാണ് പറയുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി 7 പ്രാവശ്യം യേശു ശാസിച്ചിട്ടുണ്ട്. എന്താ വിഷയം എന്നറിയാമോ? ഞാനിപ്പോ പറഞ്ഞിരുന്നു ഉത്തരം, അവിശ്വാസമാണ് വിഷയം. അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവ് അവരെ ശാസിച്ചു. 7 പ്രാവശ്യം ആ വാക്യങ്ങളുണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമയം. ഇവിടെയും കർത്താവ് ഒരു ശാസന രൂപത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അല്പവിശ്വാസികളെ എന്നൊരു വിളി നിങ്ങൾ അവിടെ കണ്ടോ? അങ്ങനെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് അൺബിലീഫ് എന്നാണ്. നമ്മുടെ കർത്താവിനെ പറ്റി, കർത്താവ് ചെയ്ത കാര്യങ്ങളെ പറ്റി വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു 2 പ്രാവശ്യം അസ്റ്റോണിഷ്ഡ് ആയതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ വിശ്വാസം കണ്ട്, ശതാധിപന്റെ വിശ്വാസം കണ്ട്. മറ്റൊന്ന്, തന്റെ പിതൃനഗരത്തിലുള്ള ആളുകളുടെ അവിശ്വാസം കണ്ട് കർത്താവ് അസ്റ്റോണിഷ്ഡ് ആയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഇത് നീഡ്ലെസ് ആണ്, വർത്ത്ലെസ് ആണ്, ഇത് ഫോർബിഡൻ ആണ്, സൈൻ ഓഫ് അൺബിലീഫ് ആണ്. മറ്റൊരു കാര്യം, ഇത് ജാതികൾ അന്വേഷിക്കുന്നത്, വി ആർ നോട്ട് ജെന്റൈൽസ് എന്നതാണ് ഈ തിരുവെഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം, എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വിചാരപ്പെടാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പാപത്തിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. പക്ഷേ വിചാരത്തിൽ നിന്ന്, ആൻസൈറ്റിയിൽ നിന്ന്, ജീവിതത്തിന്റെ ആ നുറുക്കത്തിൽ നിന്ന് തമ്പുരാന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഈ ഒരു ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലിട്ട് വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. എന്തുകൊണ്ട് വിചാരപ്പെടരുതെന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യത്തെ ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ഒന്ന്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നവിടെ ഒരു വായനയുണ്ട്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്തും ആ ട്രയൂൺ ഗോഡിനെ കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കുന്ന, ആഹാരം തരുന്ന, ദുഷ്ടങ്കിൽ നിന്ന് നമ്മളെ കാക്കുന്ന 3 കാര്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. അങ്ങനെങ്കിൽ ആഹാരം തരുന്ന കാര്യം പിതാവാം ദൈവം എന്ന് തിരുവെഴുത്ത് എഴുതി വെക്കുന്നു. പാപക്ഷമ പുത്രന്റെ മരണത്തിലൂടെയാണ് എന്ന് തിരുവെഴുത്തിലൂടെ വായിക്കാൻ കഴിയുന്നു. ദുഷ്ടങ്കിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെങ്കിൽ ആ ത്രിയേക ദൈവം മനുഷ്യന്റെ ത്രികാല ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് ആഹാരം തരുന്ന കാര്യം
കാര്യം പറയുമ്പോൾ മാത്യു 6 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് വയലിലെ താമരയെയും ആകാശത്തിലെ പറവയെയും പുലർത്തുന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെങ്കിൽ നിങ്ങൾ നോക്കിയേ, സ്പാരോയുടെ ഫാദർ എന്ന് വായിക്കുന്നില്ല, താമരയുടെ ഫാദർ എന്ന് വായിക്കുന്നില്ല. ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ സ്പാരോ ആൻഡ് ഹി ഈസ് ദ ഫാദർ ഓഫ് യു ആൻഡ് മീ എന്നാണ് വിഷയം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആ ഡിഫറൻസ് പിടികിട്ടിയല്ലോ. സ്പാരോയുടെ പിതാവല്ല, എന്റെ പിതാവാണ്. അങ്ങനെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എന്തുകൊണ്ട് വിചാരപ്പെടരുത്, സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ദൈവമക്കളോട് ആത്മാർത്ഥതയോട് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനിൽ എന്ന മകനെ എന്ന മകളെ എന്ന് കേൾക്കുന്ന ആ ബന്ധം ദൈവമായിട്ട് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കർത്താവിനോട് അടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അങ്ങനെങ്കിൽ ആത്മാർത്ഥതയോടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദൈവവചനം നന്നായിട്ട് വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, പക്ഷെ പേഴ്സണൽ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ് എങ്ങനെ ഇരിക്കുന്നു എന്നൊരു ആത്മപരിശോധന നമ്മൾ എന്തുകൊണ്ട് വിചാരപ്പെടരുത് എന്നത് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കർത്താവ് പറയുന്നത് വിചാരപ്പെടരുത് 4 പ്രാവശ്യം വിചാരപ്പെടരുത്. അങ്ങനെ ആവർത്തിച്ച് നമ്മുടെ കർത്താവ് പറയാൻ കാര്യം, ഇറ്റ് ഈസ് ദ കമാൻഡ് ഫ്രം ദ ലോർഡ്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന കാര്യം മറക്കരുത്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യരുത്. 10 കൽപ്പന തന്ന അതേ നാഥൻ തന്നെയാണ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ദ കമാൻഡ് ഓഫ് ദ ലോർഡ്. അതുകൊണ്ട് വിചാരം വീണ്ടും നമ്മളെ വല്ലാതെ അലട്ടുന്നെങ്കിൽ നാം കൽപ്പന ലംഘിക്കുകയാണ്. കൽപ്പനാലംഘനം പാപമാണ് എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആട്ടെ, ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. അന്നേരം നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. മറ്റൊരു കാര്യം, ഇത് നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ കർത്താവ് ഈ കൽപ്പിക്കുമ്പോൾ കരുതാമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് കൽപ്പിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്പാരോയുടെ ഫാദർ അല്ല, നമ്മുടെ പിതാവ് എന്നാണ് വായിക്കുന്നത്. നമ്മുടെ കർത്താവിനെ ദൈവത്തിന്റെ കരുതൽ അറിയണമെങ്കിൽ നമുക്കറിയാവുന്ന നിരവധി എക്സാമ്പിൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, കാശിന് 1 കുരികിൽ 2 കുരികിൽ 2 കാശിന് 5 കുരികിൽ, കണക്ക് തെറ്റാണ്. 4 എണ്ണമാണ് കിട്ടേണ്ടത്, പക്ഷേ 1 ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു? കൊടുത്തു. 1 ഫ്രീ ആണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയും തമ്പുരാൻ കരുതുന്നു എന്നാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്നാണ് വായിക്കുന്നത്. ആ ഫ്രീ ആയതിനെയും കരുതുകയാണ്. മനോഹരമായ ഒരു എക്സാമ്പിൾ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. അവിടെ ഒരുവന്റെ പുതപ്പ് പണയം വാങ്ങിയാൽ നീ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരികെ കൊടുക്കണമെന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഞാൻ എന്നെ ആ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഈ വിചാരപ്പെടരുതെന്ന് പറഞ്ഞ നാഥന്റെ കരുതലൂടെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി ആ വാക്യം പെട്ടെന്നൊന്ന് വായിച്ച് സഹായിക്കാമോ? 22:26 വളരെ പെട്ടെന്ന്. എക്സോഡസ് 22:26 നമുക്കറിയാവുന്ന കാര്യമാവും. നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. അത് മാത്രമല്ലോ അവന്റെ പുതപ്പ്. അടുത്ത വാക്യം പ്ലീസ്. അത് മാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം. അവൻ പിന്നെ എന്തോന്ന് പുതച്ചു കിടക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. ഞാൻ കൃപയുള്ളവനല്ലോ. നിങ്ങൾ ആ വാക്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. പുതപ്പ് പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരികെ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നാ പറ്റും? അവന് രാത്രിയിൽ പുതച്ച് കിടക്കാൻ വേറെ ഒന്നുമില്ല. രാത്രി പുതച്ച് കിടക്കാൻ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. രാത്രിയിൽ പുതച്ച് കിടന്നില്ലെങ്കിൽ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് അവന്റെ ശരീരം തണുക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്തിലാരെങ്കിലും ഇത്രയും കെയർ ആയിട്ട് ആരെങ്കിലും പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയിൽ അവന് പുതച്ച് കിടക്കാൻ ഒന്നുമില്ല, അവൻ കിടക്കുമ്പോൾ അവന് തണുക്കും എന്ന് ചിന്തിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? ഞാൻ ആ വാക്യം എടുക്കാൻ കാര്യം, അത്ര ചെറിയ കാര്യം പോലും രാത്രിയിൽ കിടന്നാൽ തണുക്കും, അതുപോലും ഓർക്കുന്ന ദൈവമാണ് പറഞ്ഞേക്കുന്നത് വിചാരപ്പെടരുത്. എത്ര ഗൗരവമായി നമ്മൾ കാര്യങ്ങളെ കാണണം. അങ്ങനെങ്കിൽ ഇത് കർത്താവിന്റെ കൽപ്പനയാണ് വിചാരപ്പെടരുത് എന്ന വാക്യം. എനിക്ക് അവിടെ തന്നെ നിന്ന് ആ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് സമയമില്ല. ഞാൻ വീണ്ടും മാത്യു 7-ലേക്ക് ഒന്ന് വരാം. വിചാരപ്പെടാൻ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറയണം. ഫിലിപ്പിലെ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വേഗം വരാമോ? ആ വിചാരപ്പെടരുത് എന്നതിന് അവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ കൽപ്പന എന്ന് പറയുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അവിടെ കൂടെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ അത് അത്രയും പ്രാക്ടിക്കലാണോ എന്ന കാര്യം നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ ഞാൻ അതിനിങ്ങനെ പറയാം, ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം നേരെയാണെങ്കിൽ കർത്താവിൽ സന്തോഷിക്കാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ അർത്ഥം.
ഞാനും എൻ്റെ നാഥനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിൽ ആനന്ദിക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരുവെഴുത്ത് എന്നിൽ പ്രാക്ടിക്കലാക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലെ പാളിച്ച പരിഹരിക്കുക. ഗെറ്റ് റൈറ്റ് വിത്ത് ദ ലോർഡ്. എന്നാൽ മാത്രമേ ആ വാക്യം പ്രാക്ടിക്കലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് അവിടെയും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആ 4:1 വായിക്കുന്നത് ഇങ്ങനെ, കർത്താവിൽ നിലനിൽപ്പീൻ. ഇങ്ങനെ നിലനിൽപ്പീൻ. 6-ാം വാക്യം വിചാരപ്പെടരുത്. ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞേക്കുന്നതിന്റെ അതിന്റെ കോണ്ടെക്സ്റ്റ് 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 3 വാക്യത്തിനകത്തൊരു 3 കാര്യമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 2, അവിടെ നിന്ന് നാഥൻ വരുന്നു. 3, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്നെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് അവനിൽ നിലനിൽപ്പീൻ, അതുകൊണ്ട് വിചാരപ്പെടാതിരിപ്പീൻ, അതുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പീൻ. എന്നിട്ട് വിചാരപ്പെടാതിരിക്കാൻ ഒരു കാര്യം കൂടി ആ വാക്യത്തിനകത്തുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. വാക്യം കണ്ടോ, നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. ആ വാക്യത്തിന് 2 റെൻഡറിങ് ഉണ്ട്. 2 റെൻഡറിങ്. ഒന്ന്, കർത്താവ് വരാനടുത്തിരിക്കുന്നു എന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അവർ ലോർഡ് ഈസ് നിയർ എന്നാണ്. നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു എന്നാണ് വാക്യം. കർത്താവ് അടുത്തിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് 2 ആശയം വളരെ പെട്ടെന്ന് കൊണ്ടുവരാം. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? 1, കർത്താവ് വരാനടുത്തിരിക്കുന്നു. 2, നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു. കർത്താവ് അടുത്തിരിക്കുന്നു, നമ്മുടെ അടുത്തിരിക്കുന്നു. ഞാൻ ഇതിനെ 2നെയും കൂടി ഒന്ന് കൊണ്ടുവരാം. മാത്യു 6-നകത്ത് യേശു വിചാരപ്പെടരുത് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഏതാണെന്നറിയാമോ? ഗലീലക്കാരാണ് ഭൂരിഭാഗവും. അങ്ങനെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന, നിത്യജീവന് ബുദ്ധിമുട്ടുന്ന, മറ്റ് പല ക്രൈസിസ് ഉള്ള, കൾച്ചറൽ ക്ലാഷ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഗലീലിയൻസ്. അവരോടാണ് യേശു പറയുന്നത് വിചാരപ്പെടരുത്. ആ കോൺഗ്രിഗേഷനെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം യേശുവിന് മുന്നിലിരിക്കുന്നത്. ഇവിടെ ഫിലിപ്പീൻസ് 4-നകത്ത് യേശു പറയുന്ന ഗ്രൂപ്പ് ഫിലിപ്പിയിലെ സഭയാണ്. ഫിലിപ്പിയിലെ സഭയെ പറ്റി ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവര് വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരാണ്. 4-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നു. 1-ാം അധ്യായത്തിനകത്ത് അവര് വളരെ പോരാട്ടത്തിലൂടെ പോകുന്നവരാണ് എന്ന് വായിക്കുന്നു. മറ്റൊരു പ്രയോഗം, അവർക്ക് വളരെ എതിരാളികളുണ്ട് എന്നൊരു വാക്യം 1-ാം അധ്യായത്തിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പോൾ ഇത് പറയുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. ഒരു തിയോളജിയും പറഞ്ഞത് ഐവറി ടവർ തിയോളജി പോൾ പറയുകയല്ല എന്നാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐവറി ടവർ തിയോളജി പറയുകയല്ല. കാരണം ഐവറി ടവർ തിയോളജി പറയുകയാണെങ്കിൽ ഇതെങ്ങനെ പറയുന്നത്? ബുദ്ധിമുട്ടുകാരനോട് ജയിലിൽ കിടക്കുന്നവൻ പറയുകയാണ്. ഈ ഫിലിപ്പിയ സഭയുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ 2 കൊരിന്ത്യൻസ് 8:1 നോക്കിയാൽ മതി. മാസിഡോണിയയിലെ സഭകളെ പറ്റി പറയുമ്പോൾ മെക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം എടുത്തു പറയുകയാണ്, അവരുടെ കഷ്ടത എന്ന കഠിന ശോധന. 2 വാക്ക്, എക്സ്ട്രീം ട്രയൽ ആൻഡ് സിവിയർ പോവർട്ടി. ഫിലിപ്പിയ സഭ, തെസലോനിക്ക സഭകളെ പറ്റിയൊക്കെയാണ് അത് പറയുന്നത്. അങ്ങനെങ്കിൽ അവർ കടന്നു പോകുന്ന ആ ക്രൈസിസ് നിങ്ങൾ കണ്ടോ? ആ ക്രൈസിസിലുള്ളവരോടാണ് പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാരണം നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാണിത്. 2, നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയി ചില കാര്യങ്ങൾ പറയണം. 145-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്നു. സത്യം, ദൈവം അടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിനകത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. സ്തോത്രം. 46-ാം സങ്കീർത്തനത്തിനകത്തെ വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഇത് നീഡ്ലെസ് ആണ്, ഇത് ഫോർബിഡൻ ആണ്, ഇത് വർത്ത്ലെസ് ആണ്, ഇത് ജാതികൾ അന്വേഷിക്കുന്നതാണ്. നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവ് വരാനടുത്തിരിക്കുന്നു, നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഫിലിപ്പ് ലേഖനം എനിക്ക് അതിനെയൊക്കെ ഒരു എക്സ്പോസിഷൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. അവിടെ ഒരു കാര്യം കണ്ടോ, വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം, അറിയിക്കണം. 3 വാക്യമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തന്നെയാണ് ആ 3 വാക്കിന്റെ അർത്ഥം. എന്നിട്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആ കാക്കും എന്ന വാക്ക് മറ്റൊരിടത്ത് ഉപയോഗിച്ചേക്കുന്നത്, ഈ അരേദ രാജാവ്
പൗലോസ് പട്ടണം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി കാവൽക്കാരെ വെച്ച് കാത്തു എന്ന് വായിക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഫിലിപ്പിയൻസ് 4:6 ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വാക്ക് ഒരു മിലിറ്ററി ടേം ആണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ മിലിറ്ററി ടേമിന്റെ അർത്ഥം പട്ടാളം രാജ്യത്തിന്റെ അതിർത്തി കാക്കുമ്പോൾ ഒരീച്ച പോലും കയറാതെ അതിനെ സൂക്ഷിക്കുന്നത് പോലെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സകല ഹൃദയങ്ങളെയും ദൈവീക സമാധാനത്തിൽ കാക്കും എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലല്ല. ആ വാക്യം മനോഹരമാണ്, നമുക്കറിയാം. പക്ഷേ ആ വാക്യത്തിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ എത്ര മനോഹരമായിരിക്കും എന്നറിയാമോ? യേശു ഇത് പറയുന്നത് കർത്താവിനെ പിടിക്കപ്പെടുന്നതിന്റെ തലേരാത്രിയിലാണ്. ഏറ്റവും അധികം വറിയടിക്കാവുന്ന, ഏറ്റവും അധികം ടെൻഷൻ അടിക്കാവുന്ന ആ അപ്പം നുറുക്കലും കഴിഞ്ഞാണ് സ്തോത്രം പാടി ഒരു മലയ്ക്ക് പോയി എന്ന് വായിക്കുന്നില്ലേ? അതാണ് ആ സമാധാനം. അവിടെ യേശു ഈ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴോ, രാജാവാക്കാൻ വന്നപ്പോഴോ, സർമൻ ഓൺ ദ മൗണ്ടിൽ ജനമെല്ലാം വിസ്മയിച്ചപ്പോഴോ ഒന്നുമല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത് ക്രൂശീകരണത്തിന്റെ തലേരാത്രിയിൽ എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം. ഞാൻ ആ വാക്യവും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ അതിന്റെ ആ വിചാരപ്പെടുക എന്നതിന്റെ ഒരു ഭാഗം, എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഈ കാരണങ്ങളാൽ വിചാരപ്പെടാനായിട്ട് നമുക്ക് അനുവാദമില്ല. ക്ലിയർ ആയോ? ഒരു പ്രൈസിലോട് അവിടെ ഇരുന്നുണ്ടെന്ന് പറയാം. ഈ നമ്മുടെയൊക്കെ കൂട്ടായ്മയിലുള്ള പ്രസംഗങ്ങൾക്ക് അധികം പ്രൈസിലോട് വരികയില്ല. കാര്യം കേൾവിക്ക് സുഖമുള്ള കാര്യം നമ്മൾ പറയാറില്ലല്ലോ, അല്ലെ? അതുകൊണ്ടാണ്. അത് നമുക്ക് ആ വിചാരപ്പെടരുത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം അങ്ങനെയാണ്. അതിന്റെ 2ാം ഭാഗം, ഈ വിചാരം, അതും എനിക്ക് പറയാനായിട്ട് സമയമില്ല. ഈ വിചാരത്തിൽ നിന്ന് ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞ് പെട്ടെന്ന് പോകാം. 7 ways to get out from anxiety. അത് മാത്യു 7-ണ്ട്, മാത്യു 6-ണ്ട്. 7 വഴികൾ വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നമ്മുടെ കർത്താവ് മാത്യു 6 പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ട്രാവൽ വിത്ത് ലെസ് ലഗേജ് എന്നൊരു പാഠമാണ്. ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. യാത്ര കംഫർട്ടബിൾ ആകണമെങ്കിൽ ലഗേജിന്റെ ഭാരം കുറയ്ക്കുക. ഓട്ടം വിജയിക്കണമെങ്കിൽ മിനിമം ഡ്രസ് ഇടുക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിയമങ്ങൾ നമുക്കറിയാം. നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. 15 കിലോയോ 24 കിലോയോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? സേഫ് ലാൻഡിങ്ങിന് ലഗേജിന് തൂക്കം നിർബന്ധമാണ്. സേഫ് ലാൻഡിങ്ങിന്, ഇല്ലെങ്കിൽ കടലിലൊക്കെ ലാൻഡ് ചെയ്യും. അത്ര പ്രശ്നമുള്ളൂ. അത് തന്നെയാണ് ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. അല്ല, ഇതാണ് ഈ അധികം ബേർഡനുമായിട്ട് പോയാൽ. നമ്മൾ ഡയോജീനിയസ് പറഞ്ഞ എക്സാമ്പിൾ ഓർത്താൽ മതി. എലി ഓടുന്നത് കണ്ടപ്പോൾ എത്ര ഫ്രീ ആയിട്ടാണ് ഓടുന്നത്. അന്ന് അദ്ദേഹം പാത്രവും കളഞ്ഞു, വീടും കളഞ്ഞു, എല്ലാം കളഞ്ഞു. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ആ ട്രാവൽ വിത്ത് ലെസ് ലഗേജ് എന്ന നിലയിൽ ഒരു പാഠം നമുക്ക് വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതം നോക്കിയാൽ ഈ പാഠം മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ കൊണ്ടും കാര്യം തീരുന്നില്ല. ഏതൻ തോട്ടത്തിൽ കർത്താവ് വസ്ത്രവും ആഹാരവും ഒക്കെ കൊടുത്തു, പക്ഷെ വീട് വെച്ച് കൊടുത്തായിട്ട് വായിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെങ്കിൽ അത് നീഡ്സിന് അപ്പുറമുള്ളൊരു കാര്യമായിട്ടാണ് യേശു പറഞ്ഞേക്കുന്നത് എന്ന് ഞാൻ ആ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കിയാണ്. വി നാഗൽ എന്ന് പറയുന്ന ആ ജർമ്മൻ സായിപ്പ്, അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്റെ മനോഹരമായ ഒരു പാട്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ പാടാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ പാടുമ്പോൾ അതിനകത്തെ ഒരു വരി നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഭാരങ്ങൾ കൂടുവതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിന് സ്വല്പം വെള്ളം ദാഹിക്കിൽ. എത്ര മനോഹരമായിട്ടാണ് ആ പാട്ടിന്റെ വരികൾ എഴുതിയേക്കുന്നത്. ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. പണ്ടൊരാൾ പറഞ്ഞു, ആരാണ് ഹാപ്പി മാൻ? സന്തോഷമുള്ള മനുഷ്യൻ ആരാണ്? സന്തോഷമുള്ള മനുഷ്യൻ. ഉത്തരം പറഞ്ഞത് ലെസ് ലഗേജുമായിട്ട് യാത്ര ചെയ്യുന്നവനാണ് സന്തോഷമുള്ള മനുഷ്യൻ എന്നാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ തൃപ്തരായ ഒരാളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? തൃപ്തരായ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള സന്ദേശം കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്നോട് തന്നെ പറയണം, ഞാനാണ് തൃപ്തനായ മനുഷ്യൻ. അല്ലെങ്കിൽ ഈ സന്ദേശം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ മുമ്പേ ചോദിച്ച പോലെ ഈ അടുത്ത കാലത്തെങ്ങാനും വേദപുസ്തകം ഇങ്ങനെ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും അനുസരിച്ച കാര്യം വല്ലതും ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. ദൈവരാജ്യത്തിലെ അംഗങ്ങൾ, എ പേഴ്സണൽ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ, ഇങ്ങനെ വേണം ജീവിക്കാൻ. എനിക്ക് എല്ലാ കാര്യം പറയാനായിട്ട് സമയമില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വിഷയം, ആൻസൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 2ാമത്തെ മാർഗം നമ്മുടെ കർത്താവ് സർമൻ ഓൺ ദ മൗണ്ടിൽ പറഞ്ഞേക്കാണ്, ലേൺ ഫ്രം ലൈഫ്. ജീവിതത്തിൽ നിന്ന് പഠിക്കുക. ലേൺ ഫ്രം ലൈഫ്. എന്താണ് ആ ലേൺ ഫ്രം ലൈഫിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കർത്താവ് അവിടെ 2 കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ശരീരത്തിന് വേണ്ടി ഉടുപ്പ്, ജീവന് വേണ്ടി ആഹാരം. 2 കാര്യത്തെ കമ്പയർ ചെയ്യുകയാണ്.
ശരീരവും ജീവനും ഒരു സൈഡിൽ വെക്കുക, ഭക്ഷണവും വസ്ത്രവും മറ്റേ സൈഡിൽ വെക്കുക. ശരീരവും ജീവനും ആഹാരവും വസ്ത്രവും മറു സൈഡിൽ വെക്കാം. നാം ജനിച്ചപ്പോൾ ജീവനും ശരീരവും ഉണ്ടായിരുന്നു. നാം ആൻഷ്യസ് ആയതുകൊണ്ട് കിട്ടിയതല്ല, നാം ജനിച്ചപ്പോഴേ ജീവനും ശരീരവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആൻസൈറ്റി എന്നാന്ന് അറിയാൻ പോലും പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവനും ശരീരവും തന്നവൻ വസ്ത്രവും ആഹാരവും നൽകാതിരിക്കുമോ? ലേൺ ഫ്രം ലൈഫ്. യേശു പഠിപ്പിച്ച മറ്റൊരു പാഠമാണ്. ദൈവരാജ്യത്തിലെ അംഗങ്ങൾ അങ്ങനെ ആയിരിക്കണം. ശരീരത്തെക്കാൾ ജീവനേക്കാൾ എത്രയോ കുറഞ്ഞ കാര്യമാണ് വസ്ത്രവും ആഹാരവും. അത് ഫ്രീ ആയി തന്നവൻ, ആൻഷ്യസാകാതെ നാം ഇരുന്നപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് നൽകിയവൻ ഈ ഭൂമിയുടെ ഉദരത്തിൽ വെച്ച് ആഹാരവും വസ്ത്രവും നമുക്ക് നൽകുന്നു എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ലേൺ ഫ്രം ലൈഫ്. മൂന്നാമത്തെ കാര്യം, ലേൺ ഫ്രം ദ നേച്ചർ എന്നൊരു പാഠമാണ്. അടുത്തത് ഈ ആൻസൈറ്റിയിൽ നിന്ന് വിടുതൽ നേടാൻ, രക്ഷ നേടാൻ യേശു പഠിപ്പിക്കുന്നത്. ലേൺ ഫ്രം നേച്ചർ. എന്താ ലേൺ ഫ്രം നേച്ചർ? അവിടെ യേശു എടുത്തിരിക്കുന്ന ഉദാഹരണം നിങ്ങളെ നേച്ചറിൽ നിന്ന്, ഈ ബേർഡിന്റെ പക്ഷികളുടെ ലോകത്ത് നിന്ന് ഒരു സ്പാരോയെ, സസ്യലോകത്തിൽ നിന്ന് ഒരു പൂവിനെ എടുത്തേക്കുക. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ഈ സ്പാരോയ്ക്ക് പോലെ ഈഗിൾ എന്ന് വല്ലതും പറയുകയായിരുന്നെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നു. ആരും നട്ടു വളർത്താത്ത താമരയുടെ കാര്യത്തിന് പകരം വല്ല തൂലിപ്പ് എന്ന് പറയുകയായിരുന്നെങ്കിൽ അല്പം ഖനം ഉണ്ടായിരുന്നു. കഥാവ് പറഞ്ഞില്ല, മനഃപൂർവ്വമായിട്ട് പറഞ്ഞില്ല. എന്താ പറയുന്നത്? ഏറ്റവും നിസാരമായി നാം കാണുന്ന ആ സ്പാരോ, ആരും നട്ടു വളർത്താതെ വളർന്ന് പന്തലിക്കുന്ന ആ പൂവ്, ഇതിനെ രണ്ടിനെയും കൂടെ എടുത്തിട്ട് യേശു നമ്മളോട് പറയുകയാണ്, ലേൺ ഫ്രം നേച്ചർ. ലേൺ ഫ്രം നേച്ചർ. ഇതാണ് വിചാരപ്പെടാതെ ജീവിക്കാനായിട്ടുള്ള മറ്റൊരു പാഠം. എനിക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെങ്കിൽ അവിടെ സ്പാരോയുടെ കാര്യം പറഞ്ഞത്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൂട്ടുന്നില്ല. 3 കാര്യം: വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൂട്ടുന്നില്ല. പക്ഷേ മടി പിടിച്ച് രാവിലെ വീട്ടിലിരിക്കാൻ പറ്റിയല്ല, അതും പറയുന്നുണ്ട്. രാവിലെ ആഹാരത്തിന് പോകണം എന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം എന്നൊരു കാര്യവും അതിലൂടെ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 1, ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. 2, ലേൺ ഫ്രം ലൈഫ്. 3, ലേൺ ഫ്രം നേച്ചർ. 4-മത്തെ കാര്യം, അഡ്മിറ്റ് അവർ ലിമിറ്റേഷൻ എന്ന് യേശു പറയുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു മുഴുവൻ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ അങ്ങ് പറയാം, നമ്മക്കാർക്ക് നമ്മുടെ പൊക്കം കൂട്ടാനും കുറയ്ക്കാനും കഴിയുകയില്ല, പക്ഷെ വണ്ണം കുറയ്ക്കാൻ കൂട്ടാം അല്ലേ? പൊക്കം കുറയ്ക്കാനും കൂട്ടാനും ആരെ കൊണ്ടും കഴിയുകയില്ല. പക്ഷെ 2-മത്തെ കാര്യം, അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ? ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചേഞ്ച് ചെയ്യുക, ഇല്ലാത്തതിനെ അഡ്മിറ്റ് അവർ ലിമിറ്റേഷൻ. കഥ പഠിപ്പിക്കുകയാണ് അടുത്തൊരു പാഠം. 5-മത്തെ കാര്യം, അതൊന്നും വിവരിക്കാനായിട്ട് സമയമില്ല, എന്റെ സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. 5-മത്തെ കാര്യം, നിങ്ങൾ മാത്യുവിലേക്ക് നോക്കിയാൽ മതി. വിചാരങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? ഡയർ ടു ബി ഡിഫറെന്റ് എന്ന് യേശു പറയുക. എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ? ജാതികളിലേക്ക് യേശു തിരികുകയാണ്. They don't know the fatherhood of God. They don't know the loving father എന്നാണ് യേശു അവിടെ പറയുന്നത്. The father dare to be different. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സ്റ്റിയറിങ്, ഈ അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്റെ പിതാവ്. അതുകൊണ്ട് ഞാൻ ജാതിയല്ല. നമ്മൾ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് പാടാറില്ലേ? ഇല്ല, ഇതുപോലൊരു ജാതി ഇല്ല. ആട്ടെ, അങ്ങനെങ്കിൽ ഡയർ ടു ബി ഡിഫറെന്റ്. തിരുവെടുത്ത് അതുപോലെ അങ്ങ് നോക്കിയാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം അവിടെ ഉണ്ട്. വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? വിചാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? അതിന് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. യേശു ആദ്യം ചെയ്യാൻ പറഞ്ഞ 4 കാര്യം ഓർക്കുന്നല്ലോ അല്ലേ? 1, കിണ്ടിക്കിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കണം. മാത്യു 23 വായിച്ചാൽ മതി. അതിന്റെ സെക്കൻഡ് പാർട്ട് അവിടെ ഉണ്ട്. പുറം 2ാമത് വെടിപ്പാക്കണമെന്നുണ്ട്. ആദ്യം കണ്ണിലെ കോലെടുക്കണം, 2 കരടെടുക്കണം എന്നവിടെ വായിക്കുന്നുണ്ട്. ആദ്യം സഹോദരനോട് റിക്കൺസൈൽ ആകണം, 2 ദൈവത്തിന് പോയി യാഗം കഴിക്കണം എന്നും വായിക്കുന്നുണ്ട്. എന്നാൽ മാത്യു 6-നകത്ത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം, 2ാമത് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലായിടത്തും 2ാമത് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2ാമത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന്
നമ്മുടെ സാജു മാത്യു സാർ ഈ വാക്യം വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം രണ്ടാമത് എന്നാ ചെയ്യണം? രണ്ടാമതോ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. മൂന്നാമതോ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അങ്ങനെ അദ്ദേഹം കുറച്ച് നമ്പർ പറയുന്നുണ്ട്. ഈ കടുപ്പമായ വ്യാഖ്യാനത്തെക്കാൾ ഈ കാര്യങ്ങൾ ഹൃദയത്തിലുണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ ചിലരുടെ ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നത്. അങ്ങനെങ്കിൽ വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? ദൈവം, ഗോഡ് ഫസ്റ്റ്, എപ്പോഴും തമ്പുരാൻ ഒന്നാമത്, പ്രയോറിറ്റിക്ക് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുക. അങ്ങനെങ്കിൽ എങ്ങനെ വിചാരങ്ങളുടെ മേൽ രക്ഷ നേടാം? ആ കാര്യങ്ങൾ 6 കാര്യം ഞാനിപ്പോ വളരെ പെട്ടെന്ന് പറഞ്ഞു. 7ാമത്തെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 7ാമത്തെ കാര്യം, ലേൺ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം. ആ അവസാന വാക്യം, ഒരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ലേൺ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെങ്കിൽ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സാധാരണ വ്യക്തി, രക്ഷിക്കപ്പെട്ട ആളെ പറ്റി അല്ല കേട്ടോ, ഒരു സാധാരണ വ്യക്തി ഇന്നലെ എന്ന കള്ളനും നാളെ എന്ന കള്ളന്റെയും നടുവിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറയാറുണ്ട്. ഇന്നലെ എന്ന കള്ളനും നാളെ എന്ന കള്ളനും ഇടയിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെങ്കിൽ ഒരു ദിവസത്തേക്ക് അന്നന്നത്തേക്കുള്ള ദോഷം മതി. അതിന്റെ അർത്ഥം അന്നന്നത്തേക്കുള്ള ക്ലേശം മതി, റെസ്പോൺസിബിലിറ്റി മതി എന്നൊക്കെയാണ്. ലേൺ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം. ഞാൻ ഓർത്തത്, ഈ മലയാളിക്കരയിൽ മാത്രമേ ഉള്ളൂ ഈ നവീന പാട്ടും ബഹളവും ഒക്കെ എന്നാണ് ഞാൻ ഓർത്തത്. എന്നാൽ ഈ നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കായിട്ടും കൂടുതലാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് പാട്ടിന്റെ ആ നവീനത. എന്ന് പറഞ്ഞാൽ യാതൊരു സെൻസും ഇല്ലാത്ത ഒത്തിരി പാട്ടുകൾ ഈ നാട്ടില് ഓരോരുത്തർ എഴുതുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കായിട്ടും പുതിയത് ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ മനോഹരമായ, ഞാന് എന്താ പറയാ, 100 തവണയെങ്കിലും മൂളിപ്പാട്ടായിട്ടോ പാടുകയോ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു പാട്ടുണ്ട്, ടീച്ച് മീ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ട്. പാട്ടുകാർ ഇതിനകത്തുണ്ടല്ലോ. ആ പാട്ടൊന്ന് പഠിക്കണേ. ഒരു ദിവസത്തെ കുറിച്ച്, അല്ലെങ്കിൽ അന്നന്ന് ജീവിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണം. ഞാൻ ആ പാട്ടിന്റെ ലൈൻ, അതിന്റെ തുടക്കം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ പാട്ടിന്റെ തുടക്കം ഇങ്ങനെയാണ്, ഐ ആം ഓൺലി ഹ്യൂമൻ, ഐ ആം ജസ്റ്റ് എ മാൻ, ഐ ആം ഓൺലി ഹ്യൂമൻ, ഐ ആം ജസ്റ്റ് എ മാൻ, ടീച്ച് മീ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ട്. ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ടാണ് ആ പാട്ടുകാരൻ ദൈവാത്മാവിന്റെ സഹായത്താൽ ആ പാട്ട് എഴുതിയത്. അങ്ങനെങ്കിൽ എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഞാനൊരു 6-7 കാര്യം, 7-8 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ വിചാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലൂടെ പൊക്കെ. ട്രാവൽ വിത്ത് ലെസ് ലഗേജ് എന്നൊരു പാഠമാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ലേൺ ഫ്രം ലൈഫ്, ലേൺ ഫ്രം നേച്ചർ. മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് അഡ്മിറ്റ് അവർ ലിമിറ്റേഷൻ, ഡെയർ ടു ബി ഡിഫറെന്റ്, വാട്ട് ഈസ് അവർ പ്രയോറിറ്റി, ലേൺ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം. ഇത്രയും കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കിയാൽ വിചാരം കർത്താവിനെ ഏൽപ്പിച്ച് തമ്പുരാൻ, നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ വാക്യം പോലെ, ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ഇങ്ങനെ ജീവിക്കാൻ ഞാനൊരു വ്യക്തിയെ അന്വേഷിക്കുന്നു. ഐ സോൾട്ട് ഫോർ എ മെൻ. ഞാനൊരു ഗ്രൂപ്പിനെ അന്വേഷിക്കുന്നു ഈ നിലയിൽ ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഈ സർമൺ ഓൺ ദ മൗണ്ട് ഞാൻ ഇടയ്ക്ക് ആ കാര്യം ഒന്ന് പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നു. കാരണം എനിക്ക് ലൈഫ് ഓഫ് ഹോളിനെസ് എന്നതിലേക്ക് പോകാൻ സമയമില്ല, എനിക്കെടുത്താൽ അത് എത്തിയില്ല. ഈ സർമൺ ഓൺ ദ മൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, 18 കാര്യമാണ് ഞാനൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയേക്കുന്നത്. മറ്റു ദേവദാസന്മാർ മറ്റു രീതിയിലായിരിക്കാം ഔട്ട്ലൈൻ ഉണ്ടാക്കിയേക്കുന്നത്. എങ്കിലും ഈ പറയുന്ന കാര്യം 18 ആണെങ്കിലും 20 ആണെങ്കിലും ഇനിയും 10 ഉള്ളതിൽ ഈ പറയുന്ന കാര്യം എല്ലാവരുടെ ഔട്ട്ലൈനകത്ത് ഉണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാര്യം പറഞ്ഞു വരുന്നിടത്താണ് യാചിപ്പിൻ എന്ന ആ വാക്യം പറഞ്ഞേക്കുന്നത്. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഏവനും എന്ന വാക്ക് അടിവരയിടണം, ഏവനും. ഇവിടെ നമുക്ക് വിചാരപ്പെടലും വിധിക്കുന്ന കാര്യവും പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് കൺക്ലൂഡിംഗ് റിമാർക്കിലേക്ക് വരികയാണ്. സർമൺ ഓൺ ദ മൗണ്ടിന്റെ കൺക്ലൂഡിംഗ് റിമാർക്കാണ്. അവിടെ പറയുന്ന ആ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന കാര്യം നമ്മുടെ ഇന്നത്തെ സന്ദേശത്തോട് ചേർത്താൽ, വിചാരപ്പെട്ട് ജീവിക്കുക എന്നത് ഹ്യൂമൻ നേച്ചറാണ്, ആഡമിക് നേച്ചറാണ്. എന്നാൽ വിചാരപ്പെടാതെ ജീവിക്കുക എന്നത് ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യനിൽ ഉണ്ടാകേണ്ട ദൈവത്തിന്റെ സകല സൽഗുണങ്ങളിലൂടെ പുറത്തു വരേണ്ട ഒരു സ്വഭാവമാണ്. നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പരമമായ ലക്ഷ്യം യേശു നടന്ന പോലെ ഇവിടെ നടക്കുകയും നമ്മുടെ നാഥന്റെ വരവിങ്കൽ അവനെ പോലെ ആകുകയും ചെയ്യുക എന്നതാണല്ലോ നമ്മളെ പറ്റിയുള്ള തിരുവെഴുത്തിന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ എങ്ങനെ കഴിയും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അടുത്ത വാക്യം ഇതാണ്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. അതിന്റെ 2ാം ഭാഗം, എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അങ്ങനെങ്കിൽ ഹോളി സ്പിരിറ്റിനെ
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാതെ, നിങ്ങൾ ഗ്രീക്കിൽ വായിച്ചു നോക്കിയാൽ മതി, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോളി സ്പിരിറ്റിന്റെ ശക്തി, പ്രവർത്തനം എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന, ലൂക്കിലാണ് ആ വാക്യം അങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, എന്നോട് ചോദിക്കുന്നവർക്ക് ഹോളി സ്പിരിറ്റിനെ എത്രയധികം ഞാൻ നൽകും. ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ഹോളി സ്പിരിറ്റിനായിട്ട് നമുക്കൊരു അന്വേഷണം ഉണ്ടാകണം ഇങ്ങനെ ജീവിക്കാനായിട്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് 2-3 മിനിറ്റ് മുമ്പ് എന്റെ വാക്കുകളിൽ നിർത്താം, കാരണം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ സഭായോഗം കഴിഞ്ഞ് ഹോളിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ നഷ്ടപ്പെട്ടു പോയി എന്ന് കൂട്ടുക. 1 രൂപ നമ്മൾ അവിടെ ഒക്കെ നോക്കി, കിട്ടിയില്ലെങ്കിൽ നോർമലി നമ്മൾ ചിന്തിക്കും, 1 രൂപ അല്ലേ, കുഴപ്പമില്ല, പോട്ടെ. എന്നാൽ ഒരു 2000ന്റെ നോട്ടാണ് പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടോ മാറിയല്ലോ, കാണാതെ പോയതെങ്കിലോ, നമ്മുടെ അന്വേഷണം പാസ്റ്ററോടും പറയും, വിശ്വാസികളോടും പറയും, എൻ്റെ 2000 രൂപ എവിടെയോ കാണാതെ പോയി. കാര്യം ആവശ്യം അനുസരിച്ചാണ് അന്വേഷണം ഇരിക്കുന്നത്. അതിന് ആവശ്യത്തിന്റെ വലിപ്പം അന്വേഷണത്തെ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് 2000 രൂപ കിട്ടിയില്ലെങ്കിൽ വിഷമത്തോടെ നമ്മൾ വീട്ടിൽ പോകും. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ പാസ്പോർട്ട് കാണാതെ പോയെന്ന് കൂട്ടുക. അങ്ങനെയെങ്കിൽ ഞാൻ തന്നെ തപ്പും, വിശ്വാസികളെ മുഴുവൻ വിളിക്കും, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പോലീസിനെയും വിളിക്കും. കാര്യം എന്താണെന്നറിയാമോ? അന്വേഷണം ആവശ്യത്തിന്റെ വലിപ്പം അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പേഴ്സണൽ ലൈഫ് ഓഫ് ക്രിസ്ത്യനകത്ത് വിചാരപ്പെടാതെയുള്ള ജീവിതം ദൈവത്തിന്റെ കൽപ്പനയാണെന്നും അതിനായിട്ട് യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്നും അതിനായിട്ടാണ് ഹോളി സ്പിരിറ്റിനെ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശമെന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥന എത്ര ഗൗരവമുള്ളതായിരിക്കും. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ലൈഫ് ഓഫ് ഹോളിനെസ്, ഓൺ മീക്നെസ്, ഹ്യൂമിലിറ്റി, പേഴ്സണൽ ഇന്റിമസി വിത്ത് ദി ലോർഡ്, ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ നാളെ ഓടിച്ചെന്ന് പറയാം എന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. തമ്പുരാൻ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാം. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ വാക്കുകൾ നിർത്താം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങ് എഴുതി നൽകിയ ഈ തിരുവെഴുത്തിലൂടെ ഞങ്ങൾ അനുസരിക്കേണ്ടതും പ്രാക്ടിക്കലാക്കേണ്ടതുമായ ഒരു കാര്യം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് മനസ്സരിഞ്ഞല്ലോ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, ഹോളി സ്പിരിറ്റിന്റെ നിറവ് ധാരാളമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ടീച്ച് മീ ടു ലീവ് വൺ ഡേ അറ്റ് എ ടൈം. ഒരു ദിവസത്തേക്ക് ജീവിപ്പാൻ, നാളെ പറ്റി ചിന്തിക്കരുതെന്നോ കരുതരുതെന്നോ ഒന്നും തിരുവെഴുത്ത് പറയുന്നില്ലെങ്കിലും ആ മനസ്സിലാക്കുന്ന വേദഭാഗത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ദൈവാശ്രയത്തോടെ ഞങ്ങളുടെ ചെറിയ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച് തീർക്കാൻ മനസ്സലിയണം. താങ്ക് യു ജീസസ്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ പ്രിയ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു. ദൈവ തിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.